ഹായ്, വെൽക്കം ബാക്ക് ടു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഡിപ്പാർച്ചേഴ്സിലാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ആരെങ്കിലുണ്ട്, നാനിഷുണ്ട്, ഇവിടെ അക്കുവിനൊക്കെ ഒന്ന് അക്കു മാറ്റിവെക്കുമോ? അപ്പോൾ ഞാൻ അക്കു, അപ്പ, അമ്മ, അപ്പയും അമ്മയും അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ കാട്ടിത്തരാം. അവിടെ കണ്ടു, അവർ രണ്ടുപേരും അവിടെ കസാല ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വന്നതാണ്, ഒരുമിച്ച് വന്നത്. ഞങ്ങൾ ഏകദേശം 1:30 കൂടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കയറാൻ പോവുകയാണ്. 2 കാലമായിട്ടുണ്ട്. അപ്പോൾ അവർ കയറാൻ 4 മണിക്കൂർ മുമ്പ്, ഫസ്റ്റ് ടൈം ആയ കാരണം 4 മണിക്കൂർ മുമ്പ് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ച കഴിഞ്ഞ് ഇവരെന്നൊക്കെ വിട്ട് പിരിയാൻ ഭയങ്കര വിഷമമുണ്ട്. സോ സാഡ്. അതൊരു മാസമല്ലേ ഉള്ളൂ. അപ്പോൾ പോയി വന്നിട്ട് പിന്നെ അവരെ കാണാം ഒക്കെ വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അല്ലേ? ഓക്കെ, ബൈ. അപ്പോൾ ഇൻട്രോ കണ്ടു. ഇൻട്രോയിൽ ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇൻട്രോയിലേക്ക് കടന്നത്. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എയർപോർട്ടിനുള്ളിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാട്ടിത്തരാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ 1-2 പേരുടെ ഭീഷണി കാരണം കൊണ്ട്, ഭീഷണിയല്ല, അവരെ നമ്മൾ നിയമപരമായിട്ട് അവിടെ നിന്ന് എടുക്കാൻ പാടില്ല നമുക്ക് നിർദ്ദേശം കിട്ടിയ കാരണം കൊണ്ട് അവിടുത്തെ കുറേ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എടുക്കാൻ പറ്റാതെ നമ്മൾ അങ്ങനെ തളർന്നു പോരുന്ന ആൾക്കാരല്ല. നമ്മൾ മാക്സിമം നമ്മൾ എനർജിയൊക്കെ പിടിച്ച് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ എൻ്റേതായ കളതരത്തിൽ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി കാട്ടിത്തരാം. അപ്പോൾ എന്താണ് ഈ വീഡിയോ, എങ്ങനെയാണ് ഈ വീഡിയോ എന്നൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായിലാണ്. ദുബായിൽ ഞാൻ എത്തി 17-ാം തീയതി ദുബായ് ടൈം 10 മണിക്ക് ഞാനിവിടെ ലാൻഡ് ചെയ്തു. അപ്പോൾ പിന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നൗഷാദിക്കയുടെ വീട്ടിലാണ്. നൗഷാദിക്കയുടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ വഴിക്ക് പറയാം. അപ്പോൾ നൗഷാദിക്കയുടെ വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നുണ്ടായ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് എന്താണ് നിങ്ങൾക്ക് പ്രയോജനം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ടൈമായിട്ട് ദുബായിലേക്ക് അല്ലെങ്കിൽ വിമാനം കയറുന്ന അല്ലെങ്കിൽ ഫ്ലൈറ്റ് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിൽ അനുഭവങ്ങൾ ഉണ്ടായ ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇനി ഫസ്റ്റ് ടൈമായിട്ട് പോകുന്ന ആൾക്കാർക്കോ എക്സ്പീരിയൻസ് ചെയ്യേണ്ട അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത ചില കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചെക്കിങ്. ഫസ്റ്റ് ടൈം ഉള്ളത് നമ്മുടെ എൻട്രൻസിൻ്റെ, നമ്മൾ എയർപോർട്ടിലെത്തി എൻട്രൻസിൽ കയറാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് മിലിറ്ററി ഉദ്യോഗസ്ഥരാണെന്ന് തോന്നുന്നു, ആ രീതിയിലുള്ള ഓഫീസേഴ്സാണ് നമ്മളുടെ ടിക്കറ്റും നമ്മുടെ പാസ്പോർട്ട് തമ്മിൽ ഒക്കെ ഒരുമിച്ചിട്ടാണോ ഒന്ന് വെരിഫൈ ചെയ്ത് തരുന്നത്. ഈ വെരിഫിക്കേഷൻ കഴിഞ്ഞ് നമ്മളുടെ ലഗേജസും ആയിട്ട് ട്രോളിയിൽ ഉന്തി നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത് അവിടെ ചെറിയൊരു അന്വേഷണം എന്നുള്ളത് എവിടേക്കാണ് എന്താണെന്നുള്ള രീതിയിലുള്ള സാറിനോട് ചോദിച്ചു. ഇത് കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ പോകുന്നത് ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏതാണ് എയർലൈൻസ്, ആ എയർലൈൻസിൻ്റെ കീഴിലുള്ള ബോർഡിംഗ് പാസ് എടുക്കാനായിട്ട് അതവിടെ ഇവിടെ പല ക്യൂകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ എയർ ഇന്ത്യ ആയിരുന്നു, എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു. അപ്പോൾ ആ രീതിയിൽ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, ടിക്കറ്റ് എടുത്തത്. ടിക്കറ്റ് എടുക്കാൻ പോയ സമയത്ത് പേടിക്കാനൊന്നുമില്ല. നമ്മളുടെ വിസ, പിന്നെ അതുപോലെ ഒരു ചെറിയ ഫോം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോവിഡ് കാലഘട്ടമായ കാരണം കൊണ്ട് ചെറിയ ഫോം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ കോവിഡ് കാരണം കൊണ്ട് മാസ്ക്, ഗ്ലൗസ്, പിന്നെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവർ സാനിറ്റൈസും ചെയ്യുന്നുണ്ട് നമ്മുടെ ബാഗും നമ്മളുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഉള്ളിലൊക്കെ വെക്കുന്ന തുണികൾക്ക് ഈ സാനിറ്റൈസേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ മാക്സിമം ഒരു കവറിങ് ഒക്കെ ഉള്ളിൽ കൊടുത്തതിന് ശേഷം ലഗേജിൻ്റെ ഉള്ളിൽ വെക്കുകയായിരിക്കും. നിങ്ങളുടെ തുണിയുടെ കളറൊക്കെ ഫെയ്ഡ് ആവാതിരിക്കാൻ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവർ റാപ്പ് ചെയ്യാനൊക്കെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. ഞങ്ങളതൊന്നും ചെയ്തില്ല, അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബോർഡിംഗ് പാസ് എടുത്തു. ബോർഡിംഗ് പാസ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളതിനെ, ബോർഡിംഗ് പാസ് എന്ന് വെച്ചാൽ നമ്മളുടെ പാസ്പോർട്ട്, അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഈ കോവിഡ് നെഗറ്റീവ് RT-PCR, ഈ RT-PCR വലിയ ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ യാത്ര പോരുന്ന കാര്യം, ഈ ദുബായിലേക്ക് പോരുന്ന കാര്യം പലരോടും പറയാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് പലർക്കും അറിയാം, ഈ കഴിഞ്ഞ നവംബർ 30-ാം തീയതി ആയിരുന്നു ഞാൻ കോവിഡ് നെഗറ്റീവ് ആയത്. അപ്പോൾ കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷം, പോസിറ്റീവായിട്ട് ഞാൻ നെഗറ്റീവ് ആയത് നവംബർ 30-ാം തീയതി ആയിരുന്നു. അപ്പോൾ ഒരു 16 ദിവസത്തിൻ്റെ ഉള്ളിൽ വീണ്ടും എനിക്ക് RT-PCR എടുക്കുമ്പോൾ 1-2 പേര് പറഞ്ഞു, നമ്മളുടെ ഈ ശരീരത്തിൽ ഡെഡായിട്ട് കിടക്കുന്ന കോവിഡ് സെല്ലുകൾ ചിലപ്പോൾ RT-PCR എടുക്കുമ്പോൾ പോസിറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നല്ലൊരു ടെൻഷനായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ തന്നെ ആൻറ്റിജൻ എടുത്തതിന് ശേഷം നെഗറ്റീവായി, എന്നിട്ട് വീണ്ടും RT-PCR എടുക്കേണ്ടി വന്നപ്പോൾ അത് പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരാൾക്കാരുടെ ഉള്ളിൽ ശരീരത്തിൽ ഇതിൻ്റെ ആൻറ്റിജൻ അല്ലെങ്കിൽ കോവിഡിൻ്റെ ബാക്ടീരിയാസ് ഉള്ള കാരണം കൊണ്ടാണ് അങ്ങനെ പോസിറ്റിവിറ്റി കാട്ടിയത്. അപ്പോൾ അതേപോലെ കാട്ടാൻ ഒരു ചാൻസ് എൻ്റെ ഈ കേസിൽ ഉണ്ടാകും എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. അത് കാരണം റിലേറ്റീവ്സിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും ആരുടെ അടുത്തും ഞാനത് ചുരുക്കം എൻ്റെ അപ്പ, അമ്മ, എൻ്റെ ഇൻറ്റിമേറ്റ് ആയിട്ട് 1-2 ഫ്രണ്ട്സിനെ മാത്രമേ ഞാനിങ്ങനെ പോരുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയുണ്ടായിരുന്നു. അപ്പോൾ കോവിഡ് ചെക്കിങ് കഴിഞ്ഞ 15-ാം തീയതി ആയിരുന്നു RT-PCR. 16-ാം തീയതി രാവിലെ 8 മണിയോട് കൂടിയിട്ട് ഞാൻ റിസൾട്ട് അറിഞ്ഞു. അപ്പോൾ പിന്നെ പിന്നെ കാര്യങ്ങളൊക്കെ വേഗമായിരുന്നു. കാരണം പോകേണ്ട കാര്യങ്ങളൊന്നും വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഒക്കെ ഉള്ളത് പെട്ടെന്ന്. അപ്പോൾ പലരോടും പറയാൻ പറ്റിയില്ല. റിലേറ്റീവ്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്തും അവരുടെ അടുത്തൊന്നും പലരോടും പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരോടൊക്കെ ഒരു സോറി കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, RT-PCRൻ്റെ റിസൾട്ടും പാസ്പോർട്ടും വിസയും കോവിഡിൻ്റെ പ്രത്യേക ഒരു ഫോമും പിന്നെന്തായിരുന്നു
ഇതൊക്കെ കൂടി ചേർത്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ്, ബോഡി പാസ് എടുക്കുകയാണ്. ബോഡി പാസ് എടുക്കുന്ന സമയത്താണ് നമുക്ക് എവിടെയാണോ സീറ്റ് വേണ്ടത് അതൊക്കെ ഞാൻ വിൻഡോ സീറ്റ് ചോദിച്ച് വാങ്ങിച്ച് എനിക്ക് കിട്ടി. ആ വിൻഡോ സീറ്റിൻ്റെ കുറച്ച് വീഡിയോസ് എന്ത് ചെയ്യാം ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ആ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ അറിഞ്ഞാലോ. അപ്പോൾ ഞാൻ വിൻഡോ സീറ്റിൽ ഇരുന്നിട്ട് വിമാനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാം.
പാസ് എടുത്തു. ബോർഡിംഗ് പാസ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളെ വെയിറ്റും കാര്യങ്ങളൊക്കെ കൺഫേം ആയിട്ട് അടുത്തത് ഇമിഗ്രേഷൻ അവിടേക്ക് പോകണം. നമുക്ക് എന്തെങ്കിലും ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നമുക്കറിയാമല്ലോ പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നോ, പിന്നെ നമ്മൾ എന്തിനാണ് പോകുന്നത്, ഏതിനാണ് പോകുന്നത്, അങ്ങനത്തെ കുറച്ച് രീതിയിൽ ഇത്തിരി ടഫായ രീതിയിൽ തന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചു. അവർ റഫായ രീതിയിൽ തന്നെ നമ്മൾ സംസാരിക്കുകയും ചെയ്തു. അവർ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്നും കുഴപ്പമില്ല, ആ ഭാഗത്തു നിന്നൊക്കെ സേഫായി വന്നു. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ ബോഡി ചെക്കിങ് ആയിരുന്നു. ബോഡി ചെക്കിങ് അതുപോലെ തന്നെ സിമ്പിളായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ലാഗോഡ് ചെയ്തത്. ലാഗഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഞാനൊരു 2:45 ഈ പരിപാടികളൊക്കെ എൻ്റെ കഴിഞ്ഞു. 6 മണിക്ക് 6:15 ഫ്ലൈറ്റ്. അപ്പോൾ ഇത്ര നേരം റെസ്റ്റ് റൂമിൽ എന്നുള്ള രീതിയിൽ അവിടെ ചെന്നിരിക്കുകയാണ്. അപ്പോൾ ചെന്നിരിക്കുന്ന സ്ഥലത്ത് പലർക്കും സംശയം എവിടെയാണ് എന്താണ്. നമ്മൾ ടിക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ കാട്ടിത്തരാം. ടിക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഗേറ്റ് നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടായിരുന്നു. എൻ്റെ ഗേറ്റ് നമ്പർ 5 ആയിരുന്നു. വിശാഖ് ചേട്ടൻ എന്ന ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ചേട്ടനാണ് എനിക്ക് എന്താ പറയുക ഇമിഗ്രേഷൻ്റെ അവിടെ, അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെയും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തത്. കാരണം ഫസ്റ്റ് ടൈം പോകുന്ന ഒരാളാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ സിമ്പിളാണ്, അല്ലെങ്കിൽ നീ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വന്ന് നിൽക്കുക, അല്ലെങ്കിൽ അത് ആ രീതിയിൽ കുറേ ഇൻഫർമേഷൻ തന്നിട്ട് ചേട്ടൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ചേട്ടനോട് പ്രത്യേകം നന്ദി ഈ സമയത്ത് ഞാൻ പറയുകയാണ്. ചേട്ടൻ വീഡിയോ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തതെന്ന് വിചാരിച്ചാൽ അവിടെ നിന്ന് എന്താ പറയുക, നമ്മളുടെ എമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ആയിരുന്ന സമയത്ത് അവിടെ കുറച്ച് വിഷ്വൽസ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് കാട്ടിത്തരാം. ഇവിടെ പല ഗേറ്റുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. 4B, 5B, 6B, 7B എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള ഗേറ്റുകൾ വെച്ചിട്ടുണ്ട്. ഇതിൽ 5th ഗേറ്റിൻ്റെ അടുത്താണ് നമുക്ക് പോകാനുള്ള പ്ലേസ്. അവിടെ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ്, എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5th ഗേറ്റിൻ്റെ അവിടെ നിന്നാണ്. പിന്നെ അതേപോലെ തന്നെ ചെറിയ രീതിയിലൊരു ക്യാൻറ്റീൻ അവിടെ വന്ന് നോക്കിയപ്പോൾ ഒരൊറ്റ ക്യാൻറ്റീൻ ഇവിടെ 1-2 ക്യാൻറ്റീൻ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം 1-2 ക്യാൻറ്റീൻ ഇവിടെ ഉണ്ട്. ചെറിയ രീതിയിൽ ചെറിയൊരു ഫുഡ് കോർട്ട് സെറ്റപ്പ് ഇതുണ്ട്. പിന്നൊന്നും കാണുന്നില്ല. അപ്പോൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മളുടെ ഗേറ്റ് 5ൻ്റെ അവിടെ, ഞാൻ ഗേറ്റ് 5ൻ്റെ അവിടെ ഇരുന്നത്. നമ്മുടെ ചെക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ നമുക്ക് കയറാനുള്ള ഫ്ലൈറ്റ് വന്നിരുന്നത് ഗേറ്റ് 5-ലായിരുന്നു. അപ്പോൾ നമ്മളുടെ ടിക്കറ്റിൽ തന്നെ നോക്കിയിട്ട് എവിടെയാണ് നമുക്ക് ചെല്ലേണ്ട ആ സ്ഥലം കൃത്യമായി നോക്കി വയ്ക്കുക, അവിടേക്ക് ചെന്നിരിക്കുക. അപ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യാതൊരു കൺഫ്യൂഷനും വരില്ല. നമ്മുടെ പരിപാടി കഴിഞ്ഞാൽ അവിടെ ചെന്നിരിക്കുക, എന്നിട്ട് അങ്ങനെ പോവുക. പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴായിരുന്നു. ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നമ്മളോട് എയറോസിസ് അവർ പറയും ഏത് ഇതിലാണ് ഇരിക്കുന്നത്, എവിടെയാണ് ലഗേജ് വെക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് ഞാൻ ഉള്ളിൽ കയറുന്നത്. അതിലൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഉള്ളിൽ കയറിയപ്പോൾ ഉള്ളിൽ ഇരുന്നിട്ടുള്ള കുറച്ച് കാഴ്ചകൾ എന്ന് വെച്ചാൽ ഉള്ളിൽ കുറച്ചൊക്കെ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഉള്ളിലത്തെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം, ഞാൻ നമ്മളിതിൽ കോവിഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഫുഡിൻ്റെ കാര്യങ്ങൾക്ക് ചെറിയൊരു വിഷമമായിരുന്നു. കാരണം അറിയുണ്ടോ ഇല്ലെന്നൊന്നും അറിയുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയൊരു എന്താ പറയുക സ്നാക്സ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കഴിക്കുന്ന ചെറിയൊരു വീഡിയോ ഞാൻ ചെറുതായിട്ട് രീതിയിൽ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെന്താ കാണുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ ദുബായിയുടെ പല ഭാഗങ്ങളും, അതേപോലെ കേരളത്തിൽ ഞാനൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ പലരും ആഗ്രഹിച്ചത്, നമ്മൾ ഈ സ്വപ്നത്തിലും അതുപോലെ തന്നെ ഈ സ്വർഗത്തിൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവില്ല, ഈ മേഘങ്ങൾക്കിടയിലൂടെ നമ്മൾ പറക്കുന്ന രീതി, അങ്ങനത്തെ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ അപ്പിയറൻസ് ഒക്കെ നമുക്ക് എവിടെ കിട്ടിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് കിട്ടി. ശരിക്കും നമുക്ക് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഞാൻ അതിന് കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ഈ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് പൊന്തുമ്പോൾ കൊച്ചിയുടെ ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു അത്രയും വളരെ ചെറുതായിട്ട് പോലും നമുക്ക് ആ മേലെ നോക്കുമ്പോൾ നമ്മുടെ വീടുകളും പുഴകളും കാര്യങ്ങളൊക്കെ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഈ മേഘങ്ങൾക്കിടയിലേക്ക് എത്തുന്നതും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പല വിഷയം എന്ന് വെച്ചാൽ ഓരോ ഹൈറ്റിലും ഓരോ ലെവൽ അല്ലെങ്കിൽ ഓരോ ടൈപ്പായിട്ടുള്ള ഈ മേഘങ്ങളിലൊക്കെ ഭംഗി കാണാം. അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് കാണണം. പിന്നെന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു, ബെൽറ്റ് ഇടണം, അല്ലെങ്കിൽ പാടില്ല, പുക വലിക്കാം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ തെറ്റാതെ തന്നെ ചെയ്യും. നമ്മുടെ ഒരു സേഫ്റ്റിക്ക് കൂടി വേണ്ടിയിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ നമ്മളുടെ ഈ യാത്രയിൽ മുഴുവൻ നമുക്ക് പോകുന്നവർക്ക് എല്ലാവർക്കും ഫേസ് ഷീൽഡും മാസ്കും ഗ്ലൗസും കമ്പൽസറി ആയിട്ട് അവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലസ് അതുപോലെ തന്നെ നമ്മൾ 3 പേരുള്ള സീറ്റിൽ, എൻ്റെ സീറ്റ് വേറെ ആരും ഉണ്ടായിരുന്നില്ല, അപ്പുറത്ത് ഒഴിവായിരുന്നത്. 3 പേരുള്ള സീറ്റിൽ സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്ക് അവർ PPT കിറ്റ് നൽകേണ്ടത് നിർബന്ധമായിട്ട് അതുണ്ടായിരുന്നു. ഈ കോവിഡിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടായിരുന്നു. അതായത് എയറോസിസ്റ്റ് എല്ലാവരും ഈ PPT കിറ്റിൻ്റെ ഉള്ളിലായിരുന്നു എല്ലാ കാര്യങ്ങളും. അവർ ആ രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞാൻ ഏകദേശം ഒരു 9-9:45 കൂടിയിട്ട് ഞാൻ 9:30 കൂടിയിട്ട് ഞാൻ എന്താ പറയുക ഫ്ലൈറ്റ് ഇറങ്ങി. അപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങുന്ന കുറച്ച് കാഴ്ചകളുണ്ട്. അതുകൂടാതെ തന്നെ ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ അവിടുന്ന് ഫ്ലൈറ്റ് ഇറങ്ങി കൊടുത്തുനിന്ന് ഒരുപാട് ഫ്ലൈറ്റ്, എയർ ഇന്ത്യ എന്തൊക്കെ ഫ്ലൈറ്റ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം ഫ്ലൈറ്റ്, ഇത്ര വലിയ ഫ്ലൈറ്റുകളൊക്കെ നേരിട്ട് കാണുന്നത്. നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് എന്നല്ലാത്ത രീതിയിൽ നേരിട്ട് പല ടൈപ്പ് ഓഫ് ഫ്ലൈറ്റ്. ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ നമ്പർ 1 എന്നുള്ള രീതിയിലായിട്ടുള്ള ഒരു എയർപോർട്ടാണ് ദുബായ് എയർപോർട്ട്. അപ്പോൾ ഈ ദുബായ് എയർപോർട്ടിൻ്റെ പല രീതിയിലുള്ള കുറേ വീഡിയോസ് കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും ഇത് നമ്മളൊരു പ്ലാൻഡ് ആയിട്ട് വിചാരിച്ചെങ്കിലും പക്ഷെ നമുക്ക് വലിയ രീതിയിൽ കാര്യമായിട്ട് എനിക്ക് പ്ലാൻ ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ദുബായിയുടെ ആകാശ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഞാനിതെല്ലാം കൃത്യമായി അറിയുന്നത് നമ്മുടെ നൗഷാദിക്കിൻ്റെ അടുത്താണല്ലോ എത്തിയിരിക്കുന്നത്. അപ്പോൾ നൗഷാദിക്ക് ഇനി ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തരാൻ പോവുകയാണ്. എന്തായിരിക്കും നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്നത്? ഷിജിൻ എന്നെ വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ആകാശത്ത് നോക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കൂടുതൽ പ്രാവശ്യം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തൊക്കെ വരുന്നതുകൊണ്ട് ഒരുവിധമൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. എന്നാലും വളരെ ദൂരെയുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ എനിക്ക് പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു പക്ഷിയുടെ കണ്ണിൽ കൂടി കാണുന്ന പോലെ വളരെ ഭംഗിയായി ഷിജിൻ അത് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം ശരിക്കും ഈ ഭാഗം നമ്മുടെ എയർപോർട്ടിന് അടുത്ത് തന്നെയുള്ള ഭാഗമാണ്. അതൊരു പ്ലാൻഡ് സിറ്റി ആയതുകൊണ്ട് കൃത്യമായി അവർ ആദ്യമേ ഇവരുടെ ഒരു രീതി, ഏത് സിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോഴും റോഡുകളൊക്കെ പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്ത് അതിലേക്ക് ഇലക്ട്രിസിറ്റി, വാട്ടർ എല്ലാം എത്തിച്ച ശേഷം ഏത് ഭാഗത്ത് ഇൻഡസ്ട്രിയൽ ഏരിയ വേണം, ഏത് ഭാഗത്ത് ഹൈ റൈസ് ബിൽഡിങ്സ് വേണം, ഏത് ഭാഗത്ത് വില്ലകൾക്ക് അനുവാദം കൊടുക്കണം, ഏത് ഭാഗത്ത് സ്റ്റേഡിയങ്ങൾ വേണം, അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ശരിക്കും ഈ ഭാഗം മൊത്തത്തിൽ ദുബായ് എയർപോർട്ടും ദുബായ് വാട്ടർ കനാലും ചേർന്ന ദുബൈയിലെ തുറമുഖങ്ങളെല്ലാം കാണുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. അതിന് കാരണം ഇത് റൺവേയിലേക്ക് ലാൻഡിങ് പൊസിഷനിലേക്ക് വന്നിട്ട് ലാൻഡിങ് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ദുബൈയെ ഒരു പ്രാവശ്യം വലം വയ്ക്കാൻ, അതുവഴി ഇങ്ങനൊരു വീഡിയോ എടുക്കാനും ഷിജിന് ഭാഗ്യം കിട്ടി. അതുകൊണ്ടാണത് കൃത്യമായിട്ട് ഇത്ര ക്ലാരിറ്റിയോട് കൂടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഇൻഡസ്ട്രിയൽ ഏരിയ നമ്മുടെ ദുബായ് കനാലിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേരുന്നത്. ആ ദൂരെ കാണുന്നതാണ് ദുബായ് എയർപോർട്ടിൻ്റെ റൺവേ. 2 ഭാഗത്തായിട്ടാണ് ഇപ്പം ദുബായ് എയർപോർട്ടിൻ്റെ റൺവേ കാണുന്നത്. ആ റൺവേയുടെ 2 വ്യൂകൾ, ആദ്യം ഒന്ന് ലാൻഡ് ചെയ്യാൻ ചെന്നിട്ട് തിരികെ വരുന്നത് കൊണ്ട് ആ വ്യൂവും രണ്ടാമത്തെ വ്യൂവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദുബായ് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് വീണ്ടും തിരിഞ്ഞ് ആ കനാലിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ വരുന്നത്. നമ്മുടെ റൈറ്റ് സൈഡിൽ വളരെ വിശാലമായ റൺവേകൾ കാണാം. ലാൻഡിങ് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ഇനി നമ്മൾ എത്തിച്ചേരുന്നത് വാട്ടർ കനാലിൻ്റെ ഭാഗത്താണ്. അത് മെയിനായിട്ട് ദുബൈയെയും ബാർ ദുബൈയെയും വേർതിരിക്കുന്ന ഒരു ടണലും 3 ബ്രിഡ്ജുകളുമാണ് ഉള്ളത്. ഒന്നൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, ഒന്ന് ഗർഹൂദ് ബ്രിഡ്ജ്, ഒന്ന് ജദ്ദാഫിൻ്റെ അവിടെ വരുന്ന ബ്രിഡ്ജ്. അപ്പോൾ ആ 3 ബ്രിഡ്ജുകളാണ് ദുബൈയും ബാർ ദുബൈയുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. നേരത്തെ ഈ ക്രീക്ക് ഒരു ജദ്ദാഫിൽ വന്ന് അവസാനിക്കുകയായിരുന്നു. ഇപ്പോഴത് ഷെയ്ഖ് സയ്യിദ് റോഡിൽ ദുബായ് വാട്ടർ കനാൽ എന്ന പേരിൽ അതിനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ വാട്ടർ കറണ്ട് എന്ന് പറയാം, വാട്ടർ കറണ്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കടലിൽ നിന്ന് ക്രീക്കിലേക്ക് കയറുന്ന വെള്ളം കറക്റ്റായിട്ട് ഒഴുകി തിരിച്ച് വീണ്ടും കടലിൽ എത്തിച്ചേരുന്നൊരു മാതൃകയാണ് അവർ ചെയ്തു വച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ആ ജബലാലിയും പോർട്ട് റാഷിദും പോർട്ട് ജബലാലിയും കൂടിച്ചേരുന്ന ഭാഗത്താണ് ഇപ്പം നമ്മൾ എത്തുന്നത്. എയർപോർട്ടിൻ്റെ ഭാഗം കഴിയുന്നേ ഉള്ളൂ. വളരെ ദൂരമായതുകൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് തന്നെ കനാലുകൾ കാണാൻ പറ്റുന്നത്. ദൂരെ നമുക്ക് ബുർജ് ഖലീഫ കാണാം. അത് വളരെ ചെറിയ വ്യൂ ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്കത് കണ്ണിൽ കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ബുർജ് ഖലീഫ കാണാം. ഈ കാണുന്ന ഭാഗങ്ങളും ബുർജ് ഖലീഫയൊക്കെ വീണ്ടും ഞങ്ങളിതിൽ വളരെ വിശദമായിട്ട് വീഡിയോ എടുക്കുന്നതാണ്. ഈ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. രാത്രി 10 മണിക്ക് ജദ്ദാഫ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഷിപ്പ് മെയിൻ്റനൻസ് യാർഡാണ്. ആ ഭാഗത്തേക്ക് കപ്പലുകൾക്ക് നീങ്ങിപ്പോകാനായിട്ട് ഈ ബ്രിഡ്ജ് രാത്രി മാറിക്കൊടുക്കും. അതാണ് ഈ വാട്ടർ കനാൽ പ്രോജക്റ്റിൽ കറങ്ങിക്കിടക്കുന്നത്. നമ്മളിപ്പം ഏതാണ്ട് ജബലാലി പോർട്ടിൻ്റെ ഭാഗത്താണുള്ളത്. അതും
മാൻ മെയ്ഡാണ് ടോട്ടലി ആ പോർട്ട്. മറ്റേ പോർട്ട് റാഷിദ് നാച്ചുറലായിട്ടുള്ളൊരു ക്രീക്കിലുണ്ടാക്കിയ പോർട്ടാണെങ്കിൽ ഇത് ശരിക്കും മാൻ മെയ്ഡായിട്ട് ഉണ്ടാക്കിയ പോർട്ടായതുകൊണ്ട് ആ ഭാഗത്ത് വളരെ ഭംഗിയായിട്ടാണ് അത്. ഇതേ വ്യൂ, ഈ കാണുന്ന പോർട്ടിൻ്റെ വ്യൂ ഫ്ലൈറ്റ് ഇങ്ങനെ തിരികെ വരുമ്പോൾ നമുക്ക് നേരെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന പോലെ കാണാം. പോർട്ടിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ വെയർ ഹൗസും അതിൻ്റെ ഷിപ്പിൻ്റെ കണ്ടെയ്നർ ടെർമിനൽ, കണ്ടെയ്നർ ഡോക്കിംഗ് യാർഡ്സ്, അതൊക്കെയാണ് താഴെ കാണുന്നത്. കുറേ കൂടെ നേരിട്ട് വരുമ്പോൾ കുറേ കൂടെ താഴ്ന്ന് പറക്കുന്ന സമയത്ത് അത് ക്ലിയറായിട്ട് കാണാമെന്ന് തോന്നുന്നു. നോക്കട്ടെ. നമ്മളിപ്പോൾ ബുർജ് ഖലീഫ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പം നേരെ ദുബായ് ക്രീക്കിൻ്റെ, അതായത് അവർ പാം ജുമൈറ പണിത് കഴിഞ്ഞിട്ട് പാം ദേര എന്ന് പറഞ്ഞ് വരണം പണിത് പ്രോജക്റ്റ്. ആ പ്രോജക്റ്റ് ഇടയ്ക്ക് വെച്ച് റിസഷൻ്റെ സമയത്ത് നിന്നുപോയി. വീണ്ടും ആ ഭാഗത്തെ ദുബായ് വാട്ടർ ഫ്രണ്ട് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ആ ബ്രിഡ്ജൊക്കെ ഇപ്പം കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ആ ഭാഗത്ത് ഹയത്ത് റീജൻസി, അതായത് ദുബൈയിലെ ആദ്യത്തെ 5 സ്റ്റാർ ഹോട്ടൽ, അതാണ് ഇതായി കാണുന്നത്. റിവോൾവിംഗ് റെസ്റ്റോറൻറ്റ്, ദുബൈയിലെ തന്നെ ഏക റിവോൾവിംഗ് റെസ്റ്റോറൻറ്റ്, കറങ്ങിക്കൊണ്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റുള്ള ബിൽഡിങ്ങാണത്. നമ്മൾ ആ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൻ്റെ അതിലെയാണ് വരുന്നത്. അടുത്ത ഹൈവേ എന്ന് പറയുന്നത് നമ്മുടെ സിന്ദാഗ ടണലിലേക്ക് പോകുന്ന ആ ഹൈവേ ആണ് കാണുന്നത്. അവിടേക്ക് ഇപ്പം വളരെ കാര്യമായിട്ട് കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അത് അൽ അഹ്ലി സ്റ്റേഡിയം കാണാം. ഇങ്ങോട്ട് ഹോർലാൻഡ്സ് എന്ന് പറയുന്ന ഏരിയ, ആ ഏരിയയുടെ മുകളിൽ കൂടെ ഫ്ലൈറ്റ് ഇപ്പോൾ വളരെ താഴ്ന്നു പറക്കുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഓരോ ബിൽഡിങ്ങും കാര്യങ്ങളുമൊക്കെ പറയാൻ പറ്റും. പക്ഷേ അതെല്ലാം ഗിസൈസിൻ്റെ ഭാഗമാണ് ഇപ്പോഴും കാണുന്നത്. ഗിസൈസ് ആ റെസിഡൻഷ്യൽ ഏരിയ, ടോട്ടലി റെസിഡൻഷ്യൽ ഏരിയയാണ് ഗിസൈസിൻ്റെ ഭാഗം. നമ്മളങ്ങനെ വീണ്ടും ആ ഹോർലാൻഡ്സിൻ്റെ മുകളിൽ കൂടെ എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റ് വളരെ താഴ്ന്ന ഒരു ലാൻഡിങ് ഗിയറിലേക്ക് വരികയാണ്. സൗണ്ടൊന്നുമില്ല, എഞ്ചിൻ്റെ സൗണ്ടൊക്കെ നിന്നിട്ടുണ്ട്. വെയർ ഹൗസ് ഏരിയ കാണാം. നമ്മളങ്ങനെ ലാൻഡിങ്ങിനുള്ള റൺവേയുടെ തൊട്ടടുത്തുള്ള എയർപോർട്ട് ഹൈവേ, ഫ്ലൈറ്റ്സ് നിരനിരയായി കിടക്കുന്ന കാണാം. നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. ലാൻഡായിട്ടുണ്ട്. ഇനി വീണ്ടും കാഴ്ചകളിലേക്ക് ഫ്യുജിൻ തന്നെ മടങ്ങി വരട്ടെ. അങ്ങനെ നമ്മളിക്ക് പറഞ്ഞ പോലെ നമ്മളവിടെ ദുബായ് എയർപോർട്ടിൽ അങ്ങോട്ട് ലാൻഡ് ചെയ്തു. ശരിക്കും ഭയങ്കര പേടിയുള്ളൊരു കാര്യമായിരുന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം എനിക്ക് ചെവിയുടെ ഉള്ളിലൊക്കെ ജസ്റ്റ് ഈ പ്രഷറിൻ്റെ വേരിയേഷനാണെന്ന് തോന്നുന്നു. ചെറിയൊരു വേദനയും കാര്യങ്ങളൊക്കെ വന്നു ഈ ലാൻഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതാണ്. പിന്നെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ലാൻഡ് ചെയ്യാനൊക്കെ പറ്റി. പേടിയുണ്ടായിരുന്നു, ഫസ്റ്റ് ടൈമായിട്ട് പോകുന്ന ഒരാളല്ലേ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പേടികളും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ലാൻഡ് ചെയ്ത് ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നൗഷാദൊക്കെ പറഞ്ഞു വിട്ടുള്ള നൗഷാദൊക്കെ ഫ്രണ്ടല്ല, നൗഷാദിക്കയുടെ മരുമകനാണെന്നാണ് പറഞ്ഞത്. നൗഷാദിക്ക ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും, ഫ്ലൈറ്റിൻ്റെ സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോഴേക്കും അസ്ഹർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം വന്നിട്ട് എന്നെ പിക്ക് ചെയ്തു. ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒന്നും അറിയാത്ത സ്ഥലത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരാൾ പെട്ടെന്ന് എത്തിച്ചേരാന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി. ഭയങ്കര സന്തോഷം തോന്നിയ നിമിഷമാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു നൗഷാദിക്ക പുറത്തുണ്ട്. മൂപ്പരാൾ നമ്മളുടെ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്യുകയാണ് അവിടെ, ദുബായ് എയർപോർട്ടിൽ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്യുകയാണ് അവിടെ. അപ്പോൾ അങ്ങനെ ഒരാൾ വന്നപ്പോൾ നമുക്കൊരു വെയിറ്റായി, സന്തോഷമായി. പിന്നെ ഞങ്ങൾ അവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഒരു ബസ്സിൽ കയറിയിട്ടാണ് ബാക്കിയുള്ള യാത്രകൾ ഉണ്ടായത്. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ഇങ്ങനത്തെ ഇത്രയും ഫെസിലിറ്റീസുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്ന ബസ്സാണ്. ഭയങ്കര ഒരു ഇത് തോന്നി എക്സ്പീരിയൻസ്. ഫസ്റ്റ് ടൈമാണല്ലോ നമ്മളിതൊക്കെ കാണുന്നതും പരിചയപ്പെടുന്നതും അറിയുന്നതും യാത്ര ചെയ്യുന്നതൊക്കെ. ശരിക്കും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നേ. പിന്നെ ഈ കാണുന്ന കുറേ ടൈപ്പ് ഓഫ് ഫ്ലൈറ്റുകൾ, കുറേ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റുകൾ എത്ര അടുത്ത് കാണാൻ പറ്റി, അതുപോലെ തന്നെ എത്ര വലിപ്പമുള്ള ഫ്ലൈറ്റുകളൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മളിതൊക്കെ ഈ സിനിമയിലോ അല്ലെങ്കിൽ തന്നെ വീഡിയോസിലോ യൂട്യൂബ് വീഡിയോസിലൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റിയത് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഭാഗ്യമായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടാണെന്ന് തോന്നുന്നു നമ്മളുടെ ദുബായ് എയർപോർട്ട്. അപ്പോൾ ദുബായ് എയർപോർട്ടിൻ്റെ പല ആംഗിളിലുള്ള വ്യൂ നമുക്ക് എന്താ പറയുക ഈ ഫ്ലൈറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ കാണാൻ പറ്റി. അതൊരു വലിയൊരു ഭാഗ്യമാണ്. പക്ഷേ അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാതെ കറങ്ങി തിരിഞ്ഞ് വന്ന കാരണം കൊണ്ട് ആ പോർഷനും ശരിക്കും 2 തവണ കാണാൻ പറ്റിയൊരു ഭാഗ്യം എനിക്കുണ്ടായി.
നമുക്ക് ഏകദേശം 3-3.5 മണിക്കൂറിൻ്റെ യാത്രയെ ഫ്ലൈറ്റിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ യാത്ര സമാപിക്കാൻ പോവുകയാണ്. പോരാത്തന്നെ ദുബായ് എയർപോർട്ട് കാണാൻ പോവുകയാണ്. അതുകൂടാഞ്ഞിട്ട് നൗഷാദക്കെ കാണാൻ പോവുകയാണ്. നമ്മൾ ദുബായ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെയൊക്കെ എക്സൈറ്റ്മെൻറ്റ് ശരിക്കും വളരെ വലുതായിരുന്നു. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടായിരുന്നു ഞാൻ ഈ ഫ്ലൈറ്റിലിരുന്നായിരുന്നത്. ദൈവം സഹായിച്ച് നമുക്ക് വിൻഡോ സീറ്റ് കിട്ടിയ കാരണം കൊണ്ടും ഇതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഷൂട്ട് ചെയ്യാൻ പറ്റി, നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി. ഇപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പലപ്പോഴും നമുക്കറിയില്ല, നമ്മുടേതായ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളതൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ തെറ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് പറഞ്ഞു തരണം. അപ്പോൾ അങ്ങനെ പിന്നെ ഈ നേരത്തെ നൗഷാദൊക്കെ പറഞ്ഞ പല സ്ഥലങ്ങളും നമ്മൾ നേരിട്ട് പോയിട്ട് കാണാൻ പോവുകയാണ്, ഒന്നൊരു ക്ലോസ് ആയിട്ട് അടുത്ത് പോയിട്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ ഇനി തുടർന്നുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അല്ലേ. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, അതൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ വിമാനയാത്രയുടെ എൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പൊസിഷനിലായിട്ട്. അപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ വണ്ടിയിലത്തെ ഫ്ലൈറ്റിലത്തെ ലഗേജസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും പല വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളുടെ ലഗേജസൊക്കെ അത്രയും കെയർലെസ് ആയിട്ടൊക്കെ യൂസ് ചെയ്ത് വലിച്ചെറിയുന്നതൊക്കെ. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സൂക്ഷ്മതയോട് കൂടിയിട്ടൊക്കെയാണ് ഇവർ അതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം നമുക്ക് അത്രയും വിലപ്പെട്ട ഓരോ ഐറ്റംസും അവർ ആ രീതിയിൽ തന്നെയാണോ അതിനെയും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. അപ്പോൾ അതൊക്കെയായിരുന്നു അവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ കാണാൻ പറ്റിയത്. ഈ ലാൻഡിങ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമ്മൾ ഓരോരുത്തർ അവർ പറഞ്ഞു നമുക്ക് അതിനുള്ള അനൗൺസ്മെൻറ്റ് വന്നു, ലാൻഡ് ചെയ്തു, ബെൽറ്റൊക്കെ ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബെൽറ്റൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ലാൻഡ് ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്തു. ഇതാണ് ഞാൻ വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് വേണ്ടി കാട്ടിത്തരാൻ എനിക്ക് പറ്റി. പിന്നെ അതിന് ശേഷം ഞാൻ പറഞ്ഞ ഈ എമിറേറ്റ്സിൻ്റെ ബസ്സിലായിരുന്നു. ബസ് അതുപോലെ തന്നെ ഫുൾ വിൻഡോ ഒക്കെ ഗ്ലാസ് ആയിരുന്നു, ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് കൂടിയായിരുന്നു. അപ്പോൾ അത്രയും ഗ്ലാസ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഫ്ലൈറ്റിൻ്റെ പല ഭാഗങ്ങളിൽ കയറുന്നതൊക്കെ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകളാണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാം നമുക്ക് അതിലൂടെ ഇങ്ങനെ കാണാൻ പറ്റി. ഭയങ്കര നീറ്റായിട്ടും അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയുക അറേഞ്ച്ഡ് ആയിട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഓരോ കാര്യങ്ങളും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പല കാര്യങ്ങളും അങ്ങനെ എല്ലാം എന്നൊക്കെ കേൾക്കുമ്പോൾ ഇവിടെയൊക്കെ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നും. നമ്മൾ എന്താണോ ഇതുപോലെയൊക്കെ ആവുക എന്നുള്ളൊരു ഇത്. പലതും നമ്മളും ഇതേപോലെ തന്നെ പല മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഞാൻ വന്ന നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സൗരോർജ്ജം സോളാർ പവർ ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന എയർപോർട്ടാണ്. അതൊക്കെ നമുക്ക് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. അങ്ങനത്തെ എയർപോർട്ടും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടായിട്ടുള്ള നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് അങ്ങനത്തെ ഒരു കാര്യം വന്നതെന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെ ഫസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ അത് നമ്മൾ മലയാളികൾക്കൊക്കെ അഭിമാനിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ദുബായ് എയർപോർട്ടിലെ ഈ ഫ്ലൈറ്റുകളൊക്കെ ഞാൻ അടുത്തടുത്ത് കാണാൻ പറ്റിയൊരു സമയമായിരുന്നു ഇത്. ഈ അത്ര അടുത്താണ്, ഫ്ലൈറ്റുകളൊക്കെ അടുത്തുകൂടെയാണ് നമ്മൾ ഈ ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ ഇങ്ങനെ കാണാൻ പറ്റില്ല നമ്മളിൽ. ഗേറ്റ് 5 നിന്ന് നേരിട്ടൊരു ടെർമിനലിലൂടെ നമ്മളങ്ങോട്ട് കടക്കുക ചെയ്തത്. പക്ഷേ ഇവിടെ ആകുമ്പോൾ ബസ്സിലൂടെ എല്ലാം ഇങ്ങനെ കാണാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടി. നമ്മൾ കാണുന്ന ആഗ്രഹിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ദുബായ് എയർപോർട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ കാണാൻ നോക്കുക. പിന്നെ നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് ദുബായിനെ. അപ്പോൾ ദുബായിയുടെ നൗഷാദൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ആകാശ കാഴ്ചകളാണ് കണ്ടത്. ഈ ആകാശ കാഴ്ചകൾ നമ്മളൊരു പക്ഷിയെ പോലെ കണ്ടെങ്കിൽ ഇപ്പോൾ മനുഷ്യനെ പോലെ നമ്മൾ നേരിട്ട് കാണാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അതിലും നമുക്ക് കൂടെ ഉണ്ടാവണം. നൗഷാദൊക്കെയുടെ ഇക്കാസ് കിച്ചനും അതുപോലെ തന്നെ ഫ്യൂജൻസ് വ്ലോഗ് നമ്മുടെ ചാനലിൽ കൂടെയാണ് നമ്മൾ ഈ വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ കാഴ്ചകളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായി കാണുന്ന ബസ്സിനകത്താണ് ഞങ്ങൾ വന്നിറങ്ങിയത്. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കുക ചെയ്തത്. അങ്ങനെ നമ്മൾ ദുബായ് എയർപോർട്ടിനുള്ളിലെത്തി. ദുബായിലെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇനി അടുത്തൊരു ടെൻഷൻ നമ്മൾ ലഗേജസിൻ്റെ കാര്യമായിരുന്നു. ലഗേജസ് കൃത്യസമയത്ത് തന്നെ ഒട്ടും തന്നെ ടെൻഷൻ കൂടാതെ തന്നെ എൻ്റെ കയ്യിൽ വന്ന് ചേർന്നു. അപ്പോൾ ലഗേജസ് എടുത്തിട്ട് നമ്മളിനി ദുബായ് ഫ്ലൈറ്റിലൂടെ എയർപോർട്ടിലൂടെ നടന്ന് പോവുകയാണ്. ദുബായ് എയർപോർട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അത്രയും നീറ്റാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഞങ്ങൾ വന്നിറങ്ങിയിട്ട് ആ ടിക്കറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ബോഡി പാസ്സൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് കോവിഡ് ടെസ്റ്റ് എടുത്തു. കോവിഡ് എന്താ പറയുക, നമ്മൾ RT-PCR ആണ് എടുത്തത്. RT-PCR എടുത്തതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമുക്ക് റിസൾട്ട് വന്നു. നെഗറ്റീവ് ആയിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ ആയിരുന്നില്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പീഡാണ്. പെട്രോൾ കിട്ടുന്നത് നമ്മളെ ചെക്കിങ്. ശരിക്കും നമ്മളെ എയർപോർട്ടിനേക്കാളും ഒരുപാട് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി പല കാര്യങ്ങൾക്കും. ഇപ്പോൾ ലഗേജസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ ബോഡി ചെക്കിങ് എന്തായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും അത്ര ഫ്രണ്ട്ലി ഉള്ള രീതിയിലായിരുന്നു അവർ ചെയ്തിരുന്നത്. ഒട്ടും തന്നെ നമുക്കൊരു ബേർഡൻ വരാത്ത രീതിയിലാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ക്ലാരിറ്റിയോട് കൂടിയിട്ട് തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും നടന്നു തന്നിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ നമ്മൾ ഇറങ്ങി ചെല്ലുന്നിടത്ത് കുറേ ഇതേപോലെ നമ്മളെപ്പോലെ തന്നെ പലരും ഇവിടെ ഈ ഭാഗത്തുണ്ടായിരുന്നു.
പിന്നെ ഞാൻ വന്നൊരു ദിവസം ഭയങ്കര ഭാഗ്യമുള്ളൊരു ദിവസമാണ് എനിക്ക്. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ഡിസംബർ 17-ാം തീയതിയാണ്. ഒരുപാട് ഓഫേഴ്സായിട്ടാണ് അവർ എന്താ പറയുക ഈ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ദിവസം വന്നു ചേരാൻ പറ്റിയതും വലിയൊരു ഭാഗ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി വരുന്ന ഒട്ടനവധി വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. പിന്നെ അതൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ നൗഷാദിയുടെ വീട്ടിലെത്തി എന്ന് പറഞ്ഞല്ലോ. നൗഷാദിക്കാണ് എന്നെ ഈ ഗൾഫിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ കൂടി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. നൗഷാദിയുടെ വീട്ടിലാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഇനി ഞാൻ നൗഷാദിക്കും കൂടുതലുള്ള കുറച്ച് വീഡിയോസാണ് നിങ്ങൾ ഇനി എന്താ പോകുന്നത് കാണാൻ പോകുന്നത്. അപ്പോൾ നൗഷാദിൻ്റെ വീട്ടിൽ ഞാൻ വന്നിറങ്ങിയ ദിവസം കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ നൗഷാദിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നൗഷാദിക്ക് വെച്ച് ചെറിയ കാര്യങ്ങളൊക്കെ നൗഷാദിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് കൂടി നമ്മൾ എന്താ പറയുക നൗഷാദിക്കയുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള ഇക്കാസ് കിച്ചണിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇക്കാസ് കിച്ചണിൽ നൗഷാദിക്ക ഇന്ന് തന്നെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്, ഇന്ന് തന്നെയാണ് ഇതൊക്കെ ഇടുന്നതും ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന വിശ്വാസത്തിലാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് 17-ാം തീയതി. അപ്പോൾ നൗഷാദിക്കയുടെ വീട്ടിൽ വന്നിട്ട് നൗഷാദിക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ നൗഷാദിക്ക് കൂടി ചെയ്തിട്ടുള്ള ആ കുറച്ച് രസകരമായ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ നമ്മളെ വീഡിയോസ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇത് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, കണക്ക് കൂട്ടേണ്ട. നമ്മൾ ജസ്റ്റ് ദുബായിൽ നിന്ന് വന്ന ഒരു നിങ്ങളുടെ ഫ്യൂജിൻ്റെ ചെറിയ അഭിപ്രായമായിട്ട് മാത്രം കണ്ടുകൊണ്ട് ബാക്കി നമ്മളെ വീഡിയോസ് കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണും. അതിന് ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ ഓൾ ബട്ടണിൽ ഓളിലേക്ക് കൂടി മാറ്റിയിട്ട് കൊടുക്കുക. അപ്പോൾ ആ കാര്യം മറക്കരുത്. ഇതല്ല നമ്മൾ കാണാൻ പോകുന്നത്, ഇനി വേറെ കളികളാണ്. അപ്പോൾ കാണാം.